ഗ്രാമത്തിൽ പരിചയമില്ലാത്ത ചിലർ പെട്ടെന്നൊരിക്കൽ ഗ്രാമത്തിൽ കയറി വന്നു. ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിച്ചിരുന്ന ഈ ഗ്രാമത്തെ രണ്ടായി ഭാഗിക്കാൻ അവരാണ് വരുത്തന്മാർ. തന്റെ ആഗ്രഹം നടക്കാത്ത തമ്പ്രാൻ അതിനായി ഒരു വഴി കണ്ടെത്തി. അതെന്താണെന്ന് നിനക്കറിയണ്ടേ? അത് ഇതാണ്. മനുഷ്യന്റെ ഉള്ളിലെ ആർത്തിയും അത്യാഗ്രഹവും ഗ്രാമത്തിലെ മൂപ്പനും പകർന്നു കൊടുത്തു. മൂപ്പന് വേണ്ടി ഒരു പണക്കിഴി തന്നെ നൽകി മൂപ്പനെ കൊണ്ട് സ്വന്തം ഗ്രാമവാസികളെ കൊല്ലാനായി, കൂടാതെ ആ ഗ്രാമത്തിലെ നിധി മോഷ്ടിക്കാനും. ഇതാ ഇങ്ങനെ എന്നാൽ അത് ഗ്രാമത്തിലെ ചില ഗ്രാമവാസികൾ കണ്ടു. അതിനായി മൂപ്പൻ കണ്ടെത്തിയ മാർഗം നല്ല മാർഗം തന്നെ. അവർക്ക് രോഗമാണെന്ന് വരുത്തി തീർത്ത് അവർക്ക് ആ രോഗം അവരുടെ വായുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു മൂപ്പൻ. രണ്ടായി മാറിയത് അതിന് കാരണം ആ മൂപ്പൻ കണ്ടെത്തിയ തന്ത്രമാണ്. തന്റെ കള്ളക്കഥ പുറത്തറിയാതിരിക്കാൻ രോഗമെന്ന വ്യാജേനെ ഗ്രാമത്തെ രണ്ടായി പിരിച്ചു. മറ്റവരെ ശവന്തീനികൾ എന്ന് വിളിച്ചു. മനുഷ്യ മാംസം കഴിക്കുന്ന ശവതീനികൾ. എന്നാൽ അത് യഥാർത്ഥ കഥയല്ല. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കൂ കുഞ്ഞിപ്പാറു, അത് യഥാർത്ഥ കഥയല്ല. കാരണം ഞാനും ഒരു ശവന്തീനിയാണ്. എന്നിട്ടും ഇപ്പോഴും നിന്നെ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, പറ്റിച്ചില്ലല്ലോ. പിന്നെ എന്തിനാണ് നീ പേടിക്കുന്നത്? പറ്റിക്കുകയായിരുന്നു ആ കിളവൻ. കിളവനെ കൊണ്ട് പറ്റിക്കാൻ മാത്രമേ സാധിക്കൂ, അല്ലാതെ മറ്റൊന്നും അയാളെ കൊണ്ട് സാധിക്കില്ല. കഥ പറഞ്ഞു മടുത്തു. ഇനി അല്പനേരം ഇരിക്കാം. ഇവൾക്ക് എന്റെ കൂടെ വരാൻ മാത്രം മതി. ഇപ്പോൾ ഇവന്റെ കൂടെ എനിക്കിത് കണ്ണിൽ സഹിക്കുന്നില്ല. കൊല്ലണം അവരെ. എന്നാൽ അത് നമ്മളെ കൊണ്ട് കഴിയില്ല. ഇതിൽ ഒരാൾ വരണം. ആരാ തമ്പ്ര? അവൻ ചെന്നായകൾ കൂട്ടത്തോടെയാണ് ആക്രമിക്കുന്നത്. എന്നാൽ അവൻ ഒറ്റയ്ക്കാണ് ആക്രമിക്കുന്നത്.
കൊല്ലണം. അവരെ കൊല്ലണം നീ. അവരെ കൊന്നാൽ എനിക്കെന്ത് നേട്ടം? കിട്ടുന്നതിന്റെ കാൽഭാഗം നിനക്ക്. കാൽഭാഗമോ? അല്ലെങ്കിൽ അരഭാഗം നിനക്ക് തരാം. അരഭാഗമോ? മുക്കാൽ ഭാഗം നീ എടുത്തോ. അത് സമ്മതിച്ചു. എന്നാൽ തമ്പ്ര, ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് മുഴുവനും കിട്ടിയില്ലെങ്കിൽ ഈ തോക്കിലെ ഉണ്ട അങ്ങയുടെ നെഞ്ചത്തായിരിക്കും. അത് വേണ്ട കാര്യം. നീ എങ്ങനെയെങ്കിലും അവരെ ഒന്ന് കൊല്ലാൻ മതി. ആരെ? അവരെ. ഈ പീറ പയ്യനെ കൊല്ലാനാണ് എന്നെ ഏൽപ്പിച്ചത്. പിള്ളേരെ, നിങ്ങൾ കുടിയിൽ കയറാനായില്ലേ? അത് ചോദിക്കാൻ താൻ ആരാണോ? ഞാനാണ് നരി. നാട് വാഴി നാട് ഭരിക്കുമ്പോൾ ഈ കാട് ഭരിക്കുന്നത് ഞാനാണ്. എന്നാ നിന്നെ കൊണ്ട് അതിന് സാധിക്കില്ല. നീ ആരാണ്?